ഗീതാഞ്ജലി ഗീത എന്ന ഈ ചാനലിലൂടെ അക്ഷരായനം വായനോത്സവം 2025 നവകം 2025 തൃശ്ശൂരിൽ വിവേകോദയ സ്കൂളിൽ വെച്ച് നടന്ന രണ്ടാമത്തെ പൂരത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അക്ഷരായനം വായനോത്സവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ്. വംഗ സംസ്കൃതി അവതരിപ്പിക്കുകയാണ് ഭാരവാഹികൾ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത്. വംഗ സംസ്കൃതി വംഗനാടിന്റെ സാഹിത്യ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ബംഗാൾ സാഹിത്യ ജീവിതത്തിന്റെ, രാഷ്ട്രീയ ജീവിതത്തിന്റെ, സാഹിത്യ ജീവിതത്തിന്റെ സമ്പൂർണ്ണ അവതരണങ്ങളാണ് 19ാം നൂറ്റാണ്ടിലെ വംഗ സാഹിത്യ സൃഷ്ടികൾ. ഞങ്ങളിത് ആ ജീവിത പരിസരങ്ങളിലൂടെ ഒരു ക്ഷിപ്രപ്രയാണം ഇവിടെ നടത്തുകയാണ്. രവീന്ദ്രനാഥ ടാഗോറും ആശാപൂർണ ദേവിയും സാവിത്രി റോയിയും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായും മഹാശ്വേതാദേവിയും ബംഗാൾ സാഹിത്യ അനുഭവ മണ്ഡലത്തിലെ ചിരഞ്ജീവികളായി അനുവാചകരിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയിരിക്കുന്നു. ആ സഫല ജീവിതങ്ങളിലേക്ക് അവർ തുറന്നിട്ട കഥാപാത്രങ്ങളുടെ ജീവിത പരിസരങ്ങളിലേക്ക് ഒരു യാത്ര പോയാലോ? സഹയാത്രികരിൽ നിന്നും ഒരു ഭജനം, പൂജനം, ആരാധനയും സാധനയും നിർത്തി അല്ലയോ പുതിയായി പണിയെടുക്കുന്ന പണിയാളങ്ങൾ പാടങ്ങളിലേക്ക് ഇറങ്ങി വരിക. അവിടെയാണ് ദൈവം ഇരിക്കുന്നത്, അവിടെയാണ് ആത്മജീവൻ ഇരിക്കുന്നത്. Where the mind is without fear, and the head is held high, where the knowledge is free, where the world has not been broken into fragments of narrow human world, where the words come from the depth of truth, where tireless striving touches its arms to its perfection, where the stream of grace has not lost its way in the bare desert sand that planet, where the mind is without fear and the head is glorified, where the mind is given forward while into the ever widening thoughts and action, into the dark heaven, into the dark heaven of freedom, into the dark heaven of freedom. My Father, my Father, my Father, let me breathe, let my country obey.
ഗീതാഞ്ജലി കാവ്യലോകത്തിന്റെ നിത്യവിസ്മയങ്ങളിൽ നിന്ന് 103 കവനങ്ങൾ 1913 നോബൽ പുരസ്കാരം. ആ നിതാന്ത വിസ്മയത്തിന്റെ പ്രേയർ എന്ന കവിതയിൽ നിത്യചാരുതയിലേക്ക് അപാരതയിലേക്ക് നമുക്ക് ലയിച്ചു ചേരാം. എവിടെയാണ് മനസ്സ് നിർഭയമായിരിക്കുന്നത്? എവിടെയാണ് അറിവ് സ്വതന്ത്രമായിരിക്കുന്നത്? എവിടെയാണ് ലോകം പ്രാദേശികതയുടെ ഇടുങ്ങിയ വ്യക്തികളാൽ തുണ്ടായി മുറിച്ചു മാറ്റപ്പെട്ടിട്ടില്ലാത്തത്? എവിടെയാണ് വാക്കുകൾ സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് ഉദ്ഗമിക്കുന്നത്? എവിടെയാണ് ക്ഷീണിക്കാത്ത ഉദ്യമം അതിന്റെ വെല്ലുവസ്തങ്ങളെ പരിപൂർണതയിലേക്ക് നീട്ടുന്നത്? എവിടെയാണ് മൃതമായ യാഥാസ്ഥിതികതയുടെ മണൽപ്പരപ്പിൽ സുതാര്യമായ ജ്ഞാനപ്രവാഹത്തിന്റെ കല്ലോലയിൽ പരണ്ടു പോകാത്തത്? എവിടെയാണ് ഈ മനസ്സിനെ വികാസത്തിലേക്കും സമ്യക്കായ ദർശനത്തിലേക്കും നയിക്കുന്നത്? ആ സ്വതന്ത്ര രാജ്യത്തിന്റെ സ്വർഗീയ സാധ്യതകളിലേക്ക് എന്റെ പിതാവേ, നീ എന്റെ രാജ്യത്തെ നയിക്കണമെങ്കിൽ, എന്റെ പിതാവേ, നീ എന്റെ രാജ്യത്തെ നയിക്കണം. പ്രഥമ പ്രതിശ്രുതി. സുവർണലത ബെഗൂഡിന്റെ കഥ. ഈ നോവലുകളിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യവും അതിലൂടെ അവരും സമൂഹവും കൈവരിക്കുന്ന ഉണർവും നേട്ടങ്ങളുമാണ് ആശാപൂർണദേവിയെ ജ്ഞാനപീഠ സമാനതയുമായ ആശാപൂർണദേവി അവതരിപ്പിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലെ ബംഗാൾ സ്ത്രീ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അസ്വാതന്ത്ര്യങ്ങൾ, അവയുടെ ദയനീയ ചിത്രങ്ങൾ, പോരാട്ടങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പുകൾ നിങ്ങൾക്കവിടെ കാണാം. പ്രഥമ പ്രതിശ്രുതിയിലെ സത്യവതി ആ കഥാപാത്ര ജീവിത അവതരണത്തിലൂടെ ആശാപൂർണദേവി ഉയർത്തിയ നായികയുടെ സ്വപ്നങ്ങൾ, പോരാട്ടങ്ങൾ, അന്വേഷണങ്ങൾ ഇന്നും എന്നും പ്രസക്തമാണ്. ശരാശരി ഇന്ത്യൻ സ്ത്രീ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് പ്രഥമ പ്രതിശ്രുതി. ഞങ്ങളുടെ ശ്രദ്ധാഞ്ജലി. സത്യവതിയുടെ കഥ ഞാനെഴുതിയതല്ല. ഈ കഥ ബക്കോളിന്റെ നോട്ട് പുസ്തകത്തിൽ നിന്നും എടുത്തതാണ്. ആശാപൂർണദേവി പറയുന്നു, അതെ, ഇത് സത്യവതിയുടെ കഥയാണ്. സത്യവതിയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് കേൾക്കാം. ജീവിതപാതയിൽ സത്യവതിയും മറ്റു സ്ത്രീകളും ഒരുമിച്ച് നിൽക്കാം. പുരുഷമേൽക്കോയ്മയെ അവളുടെ വാക്കുകളിൽ കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അവൾ പറയുന്നു, നിങ്ങൾ പുരുഷന്മാർ അനാദികാലം മുതൽ ഇങ്ങനെ ശപിക്കുന്നു. അച്ഛൻ എന്ന നിലയ്ക്ക്, സഹോദരൻ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, മകൻ എന്ന നിലയ്ക്ക്. ഇത് പുതിയ കാര്യമല്ല. സ്ത്രീകളായ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ശാപമാണ്. നിസ്സംഗനായ അച്ഛന്റെ നിസ്സംഗയായ വധുവാകാൻ പോകുന്ന സമയം അവൾ പറയുന്നു, വധു എത്ര മധുരമായ പദം, ഭയത്തിലും രോമാഞ്ചം. വീണ്ടും ഒരിക്കൽ കൂടി നിയമാനുസൃതം വർഷവും ശരത്തും ശിശിരവും വസന്തവും കടന്നുപോയി. അപ്പോഴേക്കും സത്യ 2 കുട്ടികളുടെ മാതാവായി കഴിഞ്ഞു. നവകുമാർ സത്യവതി ദമ്പതികൾ, സാധൻകുമാർ, സരൾകുമാർ. തന്റെ മക്കളെ മനുഷ്യരായി വളർത്താൻ അവൾ ആഗ്രഹിക്കുന്നു. മനുഷ്യരായി വളരണമെങ്കിൽ ലോകം കാണേണ്ടത് അത്യാവശ്യമാണ്. അന്ധകാരത്തിന്റെയും പ്രകാശത്തിന്റെയും അന്തരം അവർ മനസ്സിലാക്കണം. അതിനവർ പുസ്തകത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ പഠിക്കട്ടെ. തന്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി സത്യവതി പോകുകയാണ്. പശ്ചിമാകാശത്തിൽ സ്വർണം ചിതറിക്കിടക്കുന്നു. ആകാശത്തിന്റെ അപ്പുറത്ത്
വാസ്തവത്തിൽ വേറെ എന്തെങ്കിലും ലോകമുണ്ടോ? പെട്ടെന്ന് നിശബ്ദത പരന്നു. വണ്ടി ഗ്രാമാതിർത്തിയിലെത്തി നിന്നു. കാളവണ്ടിയുടെ പാത തീർന്നു. പ്രഥമ പ്രതിഷ്ഠിതം ആശാ പൂർണ്ണദേവി ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച നോവൽ വിവർത്തനം പി മാധവൻപിള്ള. സിന്ദാബാദ് സിന്ദാബാദ് നിയമലംഘനം സിന്ദാബാദ് 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 നിയമലംഘനം സിന്ദാബാദ്. വങ്ക സംസ്കൃതി ഇവിടെ സമാപിക്കുകയാണ്. സഹൃദരായ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അടുത്തൊരു രംഗത്തോടുകൂടി പീഡിത സമൂഹത്തിന്റെ പക്ഷത്ത് നിന്ന് അവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ആവിഷ്കാരം നിർവഹിച്ച മഹാശ്വേതാദേവിയെ നമുക്കെങ്ങനെ മറക്കാനാകും? വങ്ക സംസ്കൃതിയുടെ തിലകക്കുറി ചാർത്തിയിരിപ്പാണ് ശ്വേതാദേവി. ഇന്ത്യയെ വായിക്കാൻ അറിയാൻ ശ്വേതാദേവിയെ വായിച്ചാൽ മതി. അവരുണ്ട് ബംഗാളിലും ബീഹാറിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അടിച്ചമർത്തപ്പെട്ടവരുടെ കുടിൽ തിണ്ണകളിൽ അവരുണ്ട് അവിടെയെല്ലാം. അവർക്ക് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. പിന്നാമ്പുറങ്ങളിലെ പീഡിതരുടെ വേദനയുടെ കഥകൾ, കരളലിയിക്കുന്ന കഥകൾ. ആ കഥകളിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. അതൊരു ലോകമാണ് സുഹൃത്തുക്കളെ, അതൊരു ലോകമാണ്. കണ്ണീരിന്റെ, വിശപ്പിന്റെ, പീഡനങ്ങളുടെ, പ്രതിഷേധങ്ങളുടെ സമരവീഥികളിൽ അടർന്നടിയുന്നവരുടെ ഇടയിലൂടെ ജ്ഞാനപീഠ നേതാവ് ശ്വേതാദേവി കാലിടറാതെ യാത്ര ചെയ്യുമ്പോൾ വങ്ക സംസ്കൃതി പൂർണ്ണമാവുകയാണ് ഇവിടെ. പ്രിയമുള്ളവരെ, ഇതാ അവസാന രംഗം ഞങ്ങൾ ആരംഭിക്കുകയായി. ബീഹാറിലെ അരക്ക് വ്യവസായത്തിന് കുത്തകകൾ കളവായി വ്യാപാരം ചെയ്യുന്നവരുടെ കൈകളാണ്. അതിനാൽ സർക്കാർ എത്ര വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടും ശരാശരി വിലയ്ക്ക് വിലക്കാനും വാങ്ങാനും നിയമമാക്കിയിട്ടും കർഷകർക്ക് ലാഭമൊന്നുമില്ല. എല്ലാ വ്യവസ്ഥകളും ദേവകി നന്ദൻ മിശ്രയുടെ പോലുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥൻ 3 അണയ്ക്ക് വാങ്ങും, എന്നിട്ട് 3 രൂപയ്ക്ക് വാങ്ങിയെന്ന് എഴുതി വെക്കും. വനങ്ങളിൽ ത്രാശിലും മഞ്ഞപ്പൂക്കളും ഉണ്ടാകുന്ന കുസും വൃക്ഷങ്ങളിലും അവയുടെ പൂക്കാലം അവസാനിച്ചാൽ കൊമ്പുകളിലും ചില്ലകളിലും അരക്കിന്റെ കീടങ്ങൾ കൂടുകൂട്ടുകയായി. അവയുടെ ശരീരത്തിൽ നിന്ന് ഇറ്റുവീഴുന്ന ചുവന്ന ബിന്ദുക്കളാണ് അരക്ക്. അത് വൈശാഖം, കാർത്തിക, ജ്യേഷ്ഠം, കുസ്മി, ഏതാണ്ട് നമ്മുടെ മേടം മുതൽ തനു വരെ എന്നീ 4 ഋതുക്കളിൽ ശേഖരിക്കപ്പെടുന്നു. പ്ലാച്ചിന്മേൽ നിന്നാണ് ഏറ്റവും അധികം അരക്ക് കിട്ടുന്നത്. പക്ഷേ കുസുമ വൃക്ഷത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ലോകത്തിലാകെയുള്ള അരക്കിന്റെ 75% ഭാരതത്തിലാണ് ഉണ്ടാകുന്നത്. അരക്ക്, കോലരക്ക് ഇതെല്ലാം തയ്യാറാക്കുന്ന കമ്പനി കൊലാമുവിലാണ്, ബീഹാറിലെ കൊലാമുവിലാണ്. വലിയ പാറ്റുപാത്രങ്ങളും അവിടെ തന്നെ. വൈശാഖ മാസത്തിൽ 1000-ലധികം ഹരിജനങ്ങളും ആദിവാസികളും അവിടെ പണിയെടുക്കുന്നു. ബീഹാറിലും ഛത്തീസ്ഗഡിലും അവർക്ക് ലഭിക്കുന്ന കൂലി തുച്ഛമായ ഭക്ഷണം മാത്രമാണ്. ഒരു പേരും പെരുമയുമില്ലാത്ത ഓങ്കറ, കാസി, മലാഹി, നാഗസിയ, മുണ്ടി എന്നീ വിഭാഗത്തിൽപ്പെട്ട പണിക്കാർ സംഗ്രഹിച്ചുകൊണ്ടിരുന്ന ഓരോ തുള്ളി അരക്കിരസവും വിദേശത്തേക്ക് കുത്തകകൾ കടത്തുകയാണ്. തിരിച്ചെത്തുന്നത് കോടി രൂപ, ഒരുപക്ഷെ അതിലധികവും. വീപ്പുകളിലും ചാക്കുകളിലുമായി കപ്പൽ കയറുന്ന അരക്ക് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ദിനം കിട്ടുന്നത് ആളൊന്നക്ക് 3 അണ. കനത്ത കാടുകളിൽ പ്ലാശിന് യൗവനവും
കുസും വൃക്ഷത്തിന്റെ സുന്ദരമായ മഞ്ഞ നിറവും നിറമേറിയ ഇലകളും ദീപാവലി കാണാൻ ഭാഗ്യം കിട്ടാതെ അതിവേഗം അവയുടെ ശോഭ അപ്രത്യക്ഷമാകും. വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ ഉപ്പു വിതറുന്നു. അധികാരമാളുന്ന ദുഷ്പ്രഭുക്കൾ